നമസ്കാരം. സിനിമാ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഫോർ ദ പീപ്പിൾ എന്ന സിനിമയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സാബു ചെറിയാൻ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. കാലങ്ങളായി സാബു എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ജോണി വാക്കർ എന്ന സിനിമ അതിൻ്റെ ചിത്രീകരണ സമയത്ത്, അതിലെ കാസ്റ്റിങ്ങിൻ്റെ സമയത്തുമൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സാബു ചെറിയാനാണ്. സാബുവിനോട് എനിക്കൊരു ഒബ്ലിഗേഷനുണ്ട്. ഒരു സിനിമ സാബുവിന് ചെയ്തു കൊടുക്കണം. ഞങ്ങൾ പലപ്പോഴും പല സ്ക്രിപ്റ്റുകളും വർക്ക് ചെയ്തു, പല സൂപ്പർ സ്റ്റാർസിനെയും കണ്ടു. നിർഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. അങ്ങനെ ഞാനും സാബുവും ഡെസ്പറേറ്റായി. ഞങ്ങളൊരിക്കൽ രഞ്ജി പണിക്കരുടെ വീട്ടിൽ, ഞങ്ങൾ രണ്ടാളുടെ സുഹൃത്താണ് രഞ്ജി പണിക്കർ. രഞ്ജിയുടെ വീട്ടിൽ പോന്നു. അവിടെ കുറച്ച് നേരം സംസാരിച്ച്, അവിടെ ഏതോ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. താഴെ അവിടെ ഒരു ഗാർഡൻ പോലെ ഉണ്ട്, ഏതാണ്ട് സന്ധ്യാസമയം. അങ്ങനെ ഞങ്ങൾ വെറുതെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞാൻ സാബുവിനോട് ചോദിച്ചു, സാബു, നമുക്ക് പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ച് ഒരു ആക്ഷൻ സിനിമ പ്ലാൻ ചെയ്താലും? സാബു ഒന്ന് ആലോചിച്ചു. തനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ആൻസർ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു പ്രൊഡ്യൂസർ സക്സസ്ഫുൾ ആയിട്ടില്ല, അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിലും ഒരു പരീക്ഷണം, അതും മലയാള സിനിമയിൽ അതുവരെ വന്നിട്ടില്ല. പലതരത്തിലുള്ള ആക്ഷൻ സിനിമകൾ വന്നിട്ടുണ്ട്, പക്ഷേ പുതുമുഖങ്ങൾ പൂർണ്ണമായി അഭിനയിക്കുകയും അവരെ വെച്ചിട്ടുള്ളൊരു ആക്ഷൻ സിനിമ വന്നിട്ടില്ല. എന്താണ് അതിൻ്റെ പ്രമേയം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു നടന്നൊരു ഇൻസിഡൻ്റാണ്. ഒരു പോലീസ് ഓഫീസർ ബോംബെയിൽ എവിടെയോ, അദ്ദേഹം വളരെ ശക്തമായിട്ട് അനീതികൾക്കെതിരെ പോരാടുന്നൊരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ആ സമീപത്തുള്ള കുറച്ച് സാധാരണ യുവാക്കൾ, ആ കലിങ്കിലൊക്കെ ഇരിക്കുന്ന സാധാരണ യുവാക്കളുണ്ട്, അവരുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചു. അവരെ കൊണ്ട് ഈ കുറേ കാര്യം, അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ ആ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുള്ളായി. ആരും അറിഞ്ഞില്ല ഇതിൻ്റെ പിന്നിൽ ആരാണ്. ഈ പോലീസ് ഓഫീസറാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ശരിക്കും അതിൻ്റെ പിന്നിൽ ഈ ചെറുപ്പക്കാരായിരുന്നു. അങ്ങനെ ഒരു കഥ ഞാൻ സാബുവിനോട് പറഞ്ഞു. കഥ ഒരു പരിധിവരെ സത്യമാണ്. സാബു പറഞ്ഞു, നല്ല പ്രമേയമാണ്, നമുക്കൊന്ന് ആലോചിക്കാം, ആ പാറ്റേണിലൊന്ന് ചിന്തിക്കാം. അങ്ങനെയാണ് ആ കഥ മനസ്സിലേക്ക് കൂടുതൽ ഫോം ചെയ്ത് വന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന കുറേ ആൾക്കാരുടെ തിക്താനുഭവങ്ങളുണ്ട്. അവരുടെ മക്കൾ ഇന്ന് അവരെല്ലാം വളരെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു, വളരെ കൂടുതൽ ടെക്നിക്കലി ഒരുപാട് അറിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ ഇന്നത്തെ അനീതികൾക്കെതിരെ പോരാടിയാൽ എങ്ങനെ ഉണ്ടാവും? കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഇവിടെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആദ്യം വഴിയിലിറങ്ങുന്നത് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥി സമരം അത്രയും ശക്തമായിരുന്നു. ഭരണകർത്താക്കൾ ഭയപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളെ, അവരുടെ മൂവ്മെൻറ്റിനെ. പിൽക്കാലത്ത് അത് പൂർണ്ണമായും നിർജ്ജീവമായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റലിജൻറ്റ് മൂവ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നുണ്ടായാൽ അതെങ്ങനെയായിരിക്കും അതിനെ കാണുന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ 4 സുഹൃത്തുക്കൾ, അവർ വളരെ മിടുക്കരാണ്, നന്നായിട്ട് പഠിക്കും. അവരുടെ ബ്രില്യൻസ് ഉപയോഗിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുകയാണ്. അവർ ഉണ്ടാക്കുന്ന ഒരു വെബ്സൈറ്റിലൂടെ സാധാരണ ജനങ്ങൾക്ക് കംപ്ലൈൻറ്റുകൾ അയക്കാം. ഓരോ കംപ്ലൈൻറ്റിനെതിരെയും അവർ റിയാക്റ്റ് ചെയ്യും. അവർ ഡിസ്ഗേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ പ്രത്യേക വസ്ത്രധാരണ രീതിയിലായിരിക്കും അവർ വരുന്നത്. അവരെ കണ്ടാൽ തിരിച്ചറിയാത്ത രീതിയിലായിരിക്കും വരുന്നത്. കറുത്ത ഡ്രസ്സായിരിക്കും, ഹെൽമെറ്റ് ഉണ്ടാവും, ഒരിക്കലും ആരാണെന്ന് തിരിച്ചറിയില്ല, സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാകുകയും ഒരു ഓൺലൈൻ ഫോം ചെയ്യുകയും അതിനുശേഷം ഇക്ബാൽ കുറ്റിപ്പുറത്തിനെ കൊണ്ട് അതിൻ്റെ തിരക്കഥ പൂർത്തീകരിക്കുകയും ചെയ്ത് ഞങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇതിൻ്റെ കാസ്റ്റിംഗ് സ്റ്റോറിയിൽ ഞാൻ ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവശാൽ വന്ന് ചേർന്ന ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ പാട്ടിൻ്റെ അകത്ത്.
ആ സന്ധ്യയ്ക്ക് രഞ്ജി പണിക്കരുടെ വീട്ടിൽ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയ ഒരു ഗ്യാപ്പ്, എപ്പോഴോ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയുടെ ബീജം സാബുവിനോട് പറഞ്ഞ് സാബു തന്ന ധൈര്യം അതൊരു വലിയ സിനിമയായി മാറുകയാണ്. അതിൻ്റെ ആരംഭഘട്ടത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം മൂവ് ചെയ്യാൻ പൈസ ഇല്ല. പക്ഷേ ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി, ഞങ്ങൾക്കെല്ലാം മുന്നിൽ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അതൊരു സക്സസ്ഫുൾ ആക്കണം. വേറെ മുൻവിധികളൊന്നുമില്ല, ഡിഫറൻ്റ് ആയിരിക്കണം, സ്റ്റൈലൈസ്ഡ് ആയിരിക്കണം. ആരായിരിക്കണം ക്യാമറ? അതായിരുന്നു അടുത്ത ചിന്ത. ക്യാമറ അതും ഡിഫറൻ്റ് ആയിരിക്കണം, അതിൻ്റെ എഡിറ്റിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമായിരിക്കണം. ആ ഇടയ്ക്കാണ് കാക്കെ കാക്ക എന്നൊരു സിനിമ, തമിഴ് സിനിമ റിലീസ് ചെയ്തു. ഞാനും സാബും കൂടെയാണ് ആ സിനിമ കാണാൻ പോയത്. അത്ഭുതപ്പെടുത്തി. അതിൽ ആർ ഡി രാജശേഖറിൻ്റെ ക്യാമറ, അതുപോലെ തന്നെ ആൻ്റണിയുടെ പുതുമുഖമാണ് ആൻ്റണി. ആഡ് ഫിലിമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൻ്റണി ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്ത സിനിമയാവാം. ആൻ്റണിയുടെ എഡിറ്റിംഗ് പാറ്റേൺ ഇത് കണ്ട് പുറത്തിറങ്ങിയ ഉടനെ ഞാൻ സാബുവിനോട് പറഞ്ഞു, നമുക്ക് ആർ ഡി രാജശേഖറിൻ്റെയും ആൻ്റണിയുടെയും ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം. ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് മൂവ് അതായിരുന്നു. ആ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. അവർ മലയാളത്തിലോടൊരു സിനിമ ചെയ്യാൻ വരാൻ എക്സൈറ്റഡ് ആണ്, കാരണം ആൻ്റണി ബിസി ആവുന്നതേ ഉള്ളൂ. ആർ ഡി രാജശേഖറിന് ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ദേശാടനം പോലെയുള്ള ഒരുപാട് സിനിമകളൊക്കെ കണ്ട് ആർ ഡി രാജശേഖർ ഓർത്തു ഇതൊരു അക്കാഡമിക് സിനിമ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓർത്തത്. ആൻ്റണിക്ക് പിന്നെ അങ്ങനത്തെ വിചാരങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ രാജശേഖർ വരുന്നു, ആൻ്റണി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ പാറ്റേൺ അത് ഭയങ്കര ചടുലമാണ്. കാരണം ഒരു സാധാരണ ഒരു എനർജി നമ്മൾ അവരുടെ കോസ്റ്റ്യൂമിലും യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഫാഷനും ഉണ്ടെങ്കിലും അതിന് എനർജി കിട്ടാൻ വേണ്ടി ആർ ഡി ചെയ്ത ചില ടെക്നിക്സ് ഉണ്ട്. ആ ക്യാമറ ഓപ്പറേഷനിൽ കൊടുത്ത കുറച്ച് മൊമെൻറ്റ്സാണ്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം ഒരു ആക്ഷൻ സീക്വൻസ് അത് എഡിറ്റ് ചെയ്യാതെ തന്നെ ആർ ഡി ചെയ്യുന്ന ഒരു സിംഗിൾ ഷോട്ടിലൂടെ വേണമെങ്കിൽ ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ആൻ്റണിക്ക് വളരെ എളുപ്പമായിരുന്നു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. ആൻ്റണി ഒരു അത്ഭുതമാണ്. ഞാൻ കണ്ടിട്ടുള്ള എഡിറ്റേഴ്സിൽ മോസ്റ്റ് ബ്രില്യൻ്റ് എഡിറ്റർ എന്ന് വേണം പറയാം. ഭയങ്കര ഫീവർ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഡിഫറൻ്റായിട്ട് ചെയ്യാൻ ആൻ്റണിക്ക് എത്ര ഷോട്ട്സ് കിട്ടിയാലും പോരാ. അത് ആരും ചെയ്യാത്ത രീതിയിലുള്ള കട്ട്സൊക്കെയാണ് ആൻ്റണി ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന ക്ലാബ് ബോർഡുള്ള ഷോട്ട് അല്ലെങ്കിൽ അതിൻ്റെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലീച്ച് വരുന്ന ഏരിയ ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഇത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു റിതമുണ്ട്. ഒരു മ്യൂസിക് ഇട്ടിട്ടാണ് അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നത്. ഒരു ആക്ഷൻ സീക്വൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മ്യൂസിക് അദ്ദേഹം കുറേ കളക്ഷനുണ്ട് മ്യൂസിക്കിൻ്റെ. ആ കളക്ഷനിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് അതിൻ്റെ പാറ്റേണിൽ അദ്ദേഹം കട്ട് ചെയ്ത് നമ്മളെ കാണിക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചതിൻ്റെ എത്രയോ ഇരട്ടി മേലെയാണ് റിസൾട്ട് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു ഭയങ്കര കോമ്പിനേഷനായിരുന്നു ആർ ഡി ആൻഡ് ആൻ്റണി. അങ്ങനെ അത് മൂവ് ചെയ്യുന്നു. ഷൂട്ടിൻ്റെ കൂടെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാട്ടിൻ്റെ ചിത്രീകരണം അല്ലെങ്കിൽ കാസ്റ്റിങ്ങിൻ്റെ സമയത്തുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു ദിവസം ആൻ്റണി മദ്രാസിൽ നിന്ന് വരുന്നു. ആൻ്റണിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുറേ ഫുട്ടേജ് ഉണ്ട്. ഞങ്ങളുടെ ലജ്ജാവതി സിനിമയുടെ പാട്ട്, അതിൻ്റെ ഫുട്ടേജ് മാത്രമുണ്ട്. അങ്ങനെ ആൻ്റണി വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ആ പാട്ടൊന്ന് എഡിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഞങ്ങളറിയുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ആൻ്റണി എഡിറ്റ് ചെയ്തൊരു ഫോമാറ്റ് കാണിക്കുന്നത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പാറ്റേൺ ഓഫ് എഡിറ്റിംഗ്. ആ പാട്ടും ജാസിയുടെ ശബ്ദവും അതെല്ലാം വിഭിന്നമാണ്. എങ്കിൽ കൂടെ ഈ എഡിറ്റിംഗ് പാറ്റേൺ, അതുപോലെ തന്നെ ആർ ഡി രാജശേഖറിൻ്റെ ക്യാമറ മൂമെൻറ്റ്സൊക്കെയുള്ള ഇതൊക്കെ ഒരു വല്ലാത്ത കോമ്പിനേഷൻ, ഒരു ടെക്നീഷ്യൻസിൻ്റെ മിടുക്കരായിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് ഒരു സീക്വൻസിൽ കഥകളിയും അല്ലെങ്കിൽ കുട്ടനാട്ടിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ലജ്ജാവതി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കഥകളിയൊക്കെ ആ വള്ളത്തിൽ കഥകളി അവരുടെ വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ വേഷമൊക്കെ അഴിച്ചു വെച്ച് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഈ അഴിച്ചു വെക്കുന്നതും അല്ലെങ്കിൽ അവരുടെ മൊമെൻറ്റ്സൊക്കെ, വെറുതെയുള്ള മൊമെൻറ്റ്സൊക്കെ ആൻ്റണി അല്ലെങ്കിൽ രാജശേഖർ ക്യാമറയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആൻ്റണി ഉപയോഗിച്ച് ഇതിനെ വേറൊരു ലെവലാക്കി. ഇതൊരു മലയാള സിനിമയിൽ ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പാട്ടാകുന്നതിൻ്റെ പിന്നിൽ ഈ ആർ ഡി രാജശേഖറും അതുപോലെ ആൻ്റണിയാണ്. ഇതൊരു
നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ചിന്തകൾ, അത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു എനർജിയാണ്. ഞാൻ പലപ്പോഴും എൻ്റെ അസിസ്റ്റൻസിനോട് പറയാറുണ്ട്, നിർമ്മാതാക്കളില്ല എന്ന് ബുദ്ധിമുട്ടുന്ന അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ധൈര്യത്തോടു കൂടി നിങ്ങളൊരു ഇറങ്ങി പുറപ്പെടൽ വേണം. അത് ഒരു പരീക്ഷണമായിരിക്കണം. ആ പരീക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതുപോലെ ഒരു ഡ്രീം, അത് ഡിഫറൻ്റ് ആയിരിക്കണം. ആ ഡിഫറൻസാണ് ഈ ഫോർ ദ പീപ്പിൾ എന്നുള്ള സിനിമയുടെ ഞങ്ങളുടെ തുടക്കവും പിന്നീട് അത് ഫോം ചെയ്ത് വന്ന അതിൻ്റെ റിസൾട്ടും ഒക്കെ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഇതിൻ്റെ റിലീസ്. പടം പൂർത്തിയായി. പടം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കുറച്ച് പണം ഉണ്ടായിരുന്നതൊക്കെ തീർന്നു. ഇതിന് എന്ത് ചെയ്യും എന്നോർത്തിരിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആരോട് പറയും? കാരണം അറിയപ്പെടുന്ന ആക്ടേഴ്സ് ആരുമില്ല. നമുക്ക് ഒരു സിനിമ ചെയ്തു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും മാർക്കറ്റ് ചെയ്യാനുള്ള വകുപ്പുകളൊന്നുമില്ല. അതിൻ്റെ എഡിറ്റൊക്കെ കഴിഞ്ഞു. എന്ത് ചെയ്യും എന്നോർത്തിരിക്കുന്ന സമയത്താണ് ആൻ്റണി നേരത്തെ ചെയ്തു വച്ചിരുന്ന പാട്ട്, അത് ജൂക്ക് ബോക്സിൽ ആരോ ഒന്ന് കൊടുത്തു. വെറുതെ, ഏതായാലും അവധിക്കാലമാണ്. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഉള്ള കാലത്താണെങ്കിൽ അതൊരു നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് പോവും. ഇതൊരു ജൂക്ക് ബോക്സിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി മാറുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ മോളാണ് ആദ്യം തിരിച്ചറിഞ്ഞ് എന്നെ ഒരിക്കലൊരു ഫംഗ്ഷന് കാണുമ്പോൾ നമുക്ക് ചോദിച്ചിട്ട്, നിൻ്റെ പടത്തിൽ പുതിയൊരു പാട്ടുണ്ടല്ലോ, മോള് പറഞ്ഞു അത് ഭയങ്കര രസമുണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ പാട്ട്. അങ്ങനെ അത് ഒരു കേരളത്തെ മുഴുവൻ ഇളക്കി മറിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു പാട്ട് സെൻസേഷണൽ ഹിറ്റായി മാറിയപ്പം സിനിമ ഇറങ്ങിയിട്ട് പോലുമില്ല, അതിനെക്കുറിച്ചുള്ള ഒന്നും ആയിട്ടില്ല. ഈ സിനിമ വിതരണത്തിനെടുക്കാൻ വേണ്ടി, പാട്ടുകൾ വാങ്ങാൻ വേണ്ടി ജോണി സാഗരിക വരുന്നു. അങ്ങനെ ജോണി സാഗരിക ഇതിനോട് ചേർന്ന് ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഏതാണ്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. അതിൻ്റെ എഡിറ്റൊക്കെ കഴിഞ്ഞിരുന്നു. അതിൻ്റെ അന്ന് നെഗറ്റീവിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വലിയൊരു ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയാണ് ഇത്രയും ബിൽഡപ്പ് തന്നത്. കാരണം ഇതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞു. അന്ന് അതിൻ്റെ എഡിറ്റിംഗ് ലിസ്റ്റുണ്ട്, കട്ട് ലിസ്റ്റ് എന്ന് പറയും. അതായത് നെഗറ്റീവ് കട്ട് ചെയ്ത് കഴിഞ്ഞ് നെഗറ്റീവിൻ്റെ അതിലുള്ള നമ്പേഴ്സൊക്കെ വരുന്നിട്ടൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ ഷോർട്സിൻ്റെ. അത് മറ്റ് എഡിറ്റിംഗ് നെഗറ്റീവ് കട്ട് ചെയ്യുന്ന എഡിറ്റേഴ്സുണ്ട്. അതായത് ഒരു സീനിയർ എഡിറ്റേഴ്സ് ആയിരിക്കും. അവരെല്ലാം വന്നിരുന്ന് നെഗറ്റീവിൻ്റെ സൈഡ് നമ്പേഴ്സ് നോക്കിയിട്ടാണ് അവർ ജോയിൻ ചെയ്തത്. പക്ഷേ അവർ ഈ ലിസ്റ്റ് കണ്ടപ്പോൾ അവർ അവിടെ കൺഫ്യൂസ്ഡായി. കാരണം ഒരു ഷോട്ട് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ആൻ്റണി എഡിറ്റിങ്ങിൽ ഈ ഉപയോഗിച്ച ഷോട്ടുകൾ വീണ്ടും പലയിടത്തും വരുന്നു. ഇവർ കൺഫ്യൂസ്ഡായി. നെഗറ്റീവ് കട്ടിങ്ങുകാർ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് മുഴുവൻ ബുദ്ധിമുട്ടിലാവുന്നു. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അതിങ്ങനെ ചെയ്ത് അതിനെ ഓരോന്നായിട്ട് ഓരോ ഷോട്ടും റിപ്പീറ്റ് ചെയ്ത് എടുത്ത് നോക്കിയൊക്കെ വരുന്ന വലിയൊരു ടാസ്ക്കാണ്. അത് ചെയ്തതിൻ്റെ ഇടയ്ക്കാണ് ആൻ്റണി ഒരു ദിവസം ഈ എഡിറ്റ് ചെയ്യുന്ന, നെഗറ്റീവ് കട്ട് ചെയ്യുന്ന ആ റൂമിലോട്ട് കയറി വരുന്നത്. അപ്പോഴാണ് ജീവിതത്തിൽ ആൻ്റണി ആദ്യമായിട്ട് നെഗറ്റീവ് കാണുന്നത്. ഓർത്ത് നോക്കി, പഴയ കാലത്ത് ഒരു എഡിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് നിന്ന് റഷസ് പ്രിൻ്റ് ചെയ്ത് അതാണ് എഡിറ്റിംഗ് റൂമിലിട്ട് കട്ട് ചെയ്ത് മൂവികളിൽ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത്. പുതിയ തലമുറ അത് കണ്ടിട്ടില്ല. കാരണം നെഗറ്റീവ് നേരെ ടെലീസിന് ചെയ്ത് അത് നമ്മൾ അതിൻ്റെ വീഡിയോ വിഷ്വൽസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ ഈ നെഗറ്റീവ് കാണുന്ന നെഗറ്റീവായിട്ട് യാതൊരു ബന്ധവും ഇവർക്കില്ല. ആൻ്റണി ഇതാണോ നെഗറ്റീവ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആൻ്റണിയും കൺഫ്യൂസ്ഡായി. എന്ത് ചെയ്യും? ഇത്രയും നെഗറ്റീവ് ഉണ്ട്. ഒരു മുറി നിറച്ച് ഇങ്ങനെ നെഗറ്റീവ് വലിച്ചിട്ടിരിക്കുകയാണ്. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ടേബിളിൽ വളരെ സോഫ്റ്റായിട്ട് ഡീൽ ചെയ്യേണ്ട നെഗറ്റീവ്സൊക്കെ വെറും ബെയർ ഹാൻഡിൽ എടുക്കേണ്ട അവസ്ഥ വരിക. കാരണം റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുക, ഷോർട്സ് കാണുന്നില്ല. അങ്ങനെ ആദ്യത്തെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു. ഞാൻ സാബുവിനെ വിളിച്ച് പറഞ്ഞു തീരുന്നില്ല. അടുത്ത ഡേറ്റ് വെച്ചു ഒരാഴ്ച കഴിഞ്ഞ്. അതും നടക്കുമെന്ന് തോന്നില്ല, മാറി. അങ്ങനെ 2ഉം 3ഉം 4ഉം ഒക്കെ ഡേറ്റ് മാറി. ഇന്ന് കാണുന്ന ഫോർ ദ പീപ്പിൾ എന്ന സിനിമയുടെ ശരിക്കും വിഷ്വൽ ക്വാളിറ്റിയുടെ പകുതി ഉള്ളത്, അതിൻ്റെ ഒറിജിനൽ
നെഗറ്റീവിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ നെഗറ്റീവിൽ അത് കട്ട് ചെയ്ത് പ്രോപ്പർലി വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും വിഷ്വൽസും ഷോർട്സും ഇമ്പാക്റ്റും ഉണ്ടായേനെ. എന്നിട്ട് പോലും അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. അത് വേറൊരു ഭാഗ്യം. അതൊരു വലിയ അനുഭവമായിരുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിൽ ആകെ ഉണ്ടായ അനുഭവം, ഇതുപോലൊരു അനുഭവം ഒരുപക്ഷെ ആദ്യമായിരിക്കും. പിന്നീട് ഈ ഫോർ ദ പീപ്പിൾ പാട്ട് ഹിറ്റായി, റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഇതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ ചെയ്യണം, അതിൻ്റെ വലിയൊരു ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്തും ഡ്രീം ചെയ്യാമല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നതൊക്കെ ഒരു അന്നത്തെ കാലത്തില്ല, വളരെ കുറവാണ്. ഉണ്ണി ശിവപാൽ വരുന്നു. ഉണ്ണി ശിവപാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്. കാരണം നമുക്ക് ആൾക്കാർ ഡാൻസ് ചെയ്യും എന്നുള്ള ഉറപ്പാണ്. അപ്പം ഞാനൊരു സജഷൻ പറഞ്ഞു, നമുക്ക് പടത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് ആ പാട്ട് ഒന്നുകൂടെ കേൾക്കണ്ടേ എന്ന് ജാസി ചോദിക്കുന്നു. ചോദിച്ച് ആ പാട്ട് വീണ്ടും ഇടുന്നു എന്നുള്ള തീരുമാനം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അന്നത്തെ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഡാൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡാൻസ് ചെയ്യുമെന്ന് അറിയില്ല, സാധ്യതയുണ്ട്. ആ ഒരു ഇമ്പാക്റ്റിൽ അവർ പുറത്തേക്ക് വരും. ഡാൻസ് ചെയ്യുമെന്ന് അറിയില്ലെങ്കിൽ കൂടെ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ പാട്ടിൻ്റെ താളത്തിലായിരിക്കും വരുന്നതെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചുള്ളൂ. അങ്ങനെ സരിത തിയേറ്ററിൽ പുറത്ത് വന്നാൽ ഡാൻസ് ചെയ്യാനുള്ള സജ്ജീകരണമൊക്കെ ചെയ്യുന്നു. ഈ എന്തായാലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അവരുടെ ആ പാട്ടിന്, ലജ്ജാവതി എന്നുള്ള പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഇതൊക്കെയാണ് ഞങ്ങൾ പബ്ലിസിറ്റിയൊക്കെയാണ് ചെയ്തത്. എന്തായാലും തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു. മുഴുവൻ പുതുമുഖങ്ങളാണ്. ഈ പാട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ നിറഞ്ഞ ആൾക്കാരാണ്. അങ്ങനെ അവസാനം ജാസി ചോദിക്കുന്നു, ഈ പാട്ട് ഒന്നുകൂടെ കേൾക്കല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ആരവം പോലെ മുഴുവൻ യങ്സ്റ്റേഴ്സും തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ കയറി ഡാൻസ് ചെയ്യുകയാണ്. തിയേറ്ററുകാർ പോലും അമ്പരന്നു. കാരണം സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ആ സ്ക്രീനിൻ്റെ മുന്നിൽ മുഴുവൻ ഫുട് പ്രിൻറ്റ്സ് ആയിരുന്നു. എല്ലാ തിയേറ്ററും അങ്ങനെയാണ്. ഇത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മാത്രമല്ല, എല്ലാവരും അത്ഭുതപ്പെടുത്തുക. തിയേറ്ററുകാർക്ക് ഡാമേജ് വരുന്നുണ്ട്, എന്നാലും അവർ സഹിക്കാൻ തയ്യാറാണ്. കാരണം ഇതൊരാവേശമായി മാറുകയാണ്. പുറത്തേക്ക് വരുന്നു. ഈ ഒരു സിനിമ അല്ല ഒരു ഷോ കഴിഞ്ഞ് ആൾക്കാർ പുറത്തേക്ക് വരുന്ന സമയത്ത് അടുത്ത സിനിമയ്ക്കുള്ള ആൾക്കാർ വരുമ്പോഴും ഇവരവിടെ തന്നെ നിൽക്കുകയാണ്. ഇവരവിടെ വിട്ടു പോകുന്നില്ല. ആ പ്രമേസസിൽ എറണാകുളത്ത് സരിത തിയേറ്ററിൻ്റെ പുറത്തുള്ള ഞങ്ങൾ താൽക്കാലികമായ ആ സ്റ്റേജിൽ അല്ലെങ്കിൽ അവർ ഡാൻസ് ചെയ്യണം. ഒരു ഉത്സവമായി മാറുകയാണ് എല്ലാ തിയേറ്ററിലും. അങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് എനിക്കൊരിക്കലും ഉണ്ടാകുമെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്യുകയാണ് ഈ അടുത്ത മാസങ്ങളിൽ. അതേ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇത് ഒരു കാലം അല്ലെങ്കിൽ ആ കാലത്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ട്. ഇന്നും ഉത്സവപ്പറമ്പുകളിൽ അവസാന സോങ്ങായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓണം ആഘോഷങ്ങളിൽ ദുബായിലൊക്കെ ഏത് ആഘോഷങ്ങളിലും ലജ്ജാവതി ഇല്ലാത്ത ഒരു പരിപാടിയില്ല ഇപ്പോഴും, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും. പുതിയ തലമുറ അത് കണ്ടിട്ടില്ല. അവർക്ക് എങ്ങനെയാണെന്ന് അറിയണം. എൻ്റെ മകൻ പറഞ്ഞു, ഈ സിനിമ ഞാൻ യൂട്യൂബിലൊന്നും കാണില്ല, കാരണം എനിക്കിത് റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പം 4Kയിൽ അറ്റ്മോസിലൊക്കെ വരുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസാണ്. കണ്ടവരും കാണാത്തവരൊക്കെ വീണ്ടും അത് കയറി കാണാൻ സാധ്യതയുണ്ട്. ഈ സിനിമ, ഇതിൻ്റെ ആഘോഷം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ അക്രോസ് യാത്ര ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഒരു ബസ്സിൽ സാബു അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ബസ്, ആ ബസ്സിൽ ഞങ്ങൾ ഫോർ ദ പീപ്പിൾ ആ 4 പേരും സുനിലും പിന്നീട് നരേനായി മാറിയ സുനിലും ജാസി ഗിഫ്റ്റും എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ടീം പോവുകയാണ്. ആദ്യത്തെ ലക്ഷ്യം കണ്ണൂർ തലശ്ശേരിയിലായിരുന്നു. തലശ്ശേരിയിലൊരു സ്വർണ്ണക്കട ആലുക്കാസിൻ്റെ ജ്വല്ലറി ഷോപ്പിൽ അവരുടെ മാലയുടെ പേര് ലജ്ജാവതി എന്നാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ്, ഫസ്റ്റ് സെയിൽ ഉദ്ഘാടനത്തിന് പോവുക ഓൺ ദി വേ. അതുപോലെ തന്നെ മറ്റൊരു അമ്പലത്തിലെ ആഘോഷത്തിൽ എല്ലായിടത്തും ഇൻവിറ്റേഷൻ, എല്ലാ തിയേറ്ററുകളും കയറുക. പക്ഷേ ഞങ്ങളുടെ ബസ് വന്ന് നിൽക്കുമ്പോഴേക്കും ജനം പൊതിയും. അതിൽ നിന്ന് ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗായകനെ അല്ലെ മ്യൂസിക് ഡയറക്ടറെ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല.
ഒരു സൂപ്പർ താരത്തിന് പോലും കിട്ടാത്ത ആവേശവും അല്ലെങ്കിൽ ആദരവും ആൾക്കാരുടെ ഭ്രാന്തമായ സമീപനം ഞാൻ ഒരിക്കലും അത് വേറെ എവിടെയും കണ്ടിട്ടില്ല. കാരണം ബാക്കി എല്ലാവരും ഇറങ്ങും, പക്ഷേ ജാസി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യവർ അന്ന് തൊട്ടാൽ മതി അവർക്ക്. അതായത് കേരളം മുഴുവൻ എല്ലായിടത്തും ആ തരംഗം ഇങ്ങനെ അലയടിക്കുകയാണ്. ഓരോ തിയേറ്ററുകൾ കയറുന്ന ഉത്സവപ്പറമ്പുകളിൽ അന്ന് അവർക്ക് കിട്ടിയ മാല വലിച്ചെറിയുമ്പോൾ അത് പിടിക്കാൻ ഉയർന്ന കൈകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് കോഴിക്കോട് തിരിച്ചെത്തി. കോഴിക്കോട് തിയേറ്ററിൽ തിയേറ്ററിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ തിയേറ്ററിൻ്റെ വാതിക്കലേക്ക് എത്തുമ്പോഴേക്കും സാധാരണ ആൾക്കാർ, ഓട്ടോ ഡ്രൈവേഴ്സും അല്ലെങ്കിൽ ചുമട്ടുകാരും ഉൾപ്പെടുന്ന സാധാ ആൾക്കാർ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ജാസിയുടെ ഇംഗ്ലീഷ് റെഗെ റാപ്പൊക്കെ ഉള്ള അതെല്ലാം അവരും പാടുകയാണ്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഫോട്ടോഗ്രാഫ് കുറേ ഉയർന്നു നിൽക്കുന്ന ഒരുപാട് കൈകളുടെ ഇടയിൽ ജാസിയുടെ കൈ ഒന്ന് എത്തിപ്പിടിക്കുന്ന ഈ ഒരു വിഷ്വലായിരുന്നു. കുറേ അധികം കൈകൾ ജാസി ഇത്രയും കൂടുതൽ ആവേശത്തോടെ ഒരു അലകടൽ പോലെ ജനം ഏറ്റെടുത്ത ഒരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ എത്രയോ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നൊരു ഒരു കാലഘട്ടത്തിൽ തന്നെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു ഭാഗ്യമാണ് ഫോർ ദ പീപ്പിൾ. അത് ഈ അനുഭവങ്ങൾ ഒക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് ഡീറ്റെയിൽഡായിട്ടുള്ള മറ്റനുഭവങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഞങ്ങളുടെ ഈ ആവേശത്തോടു കൂടിയുള്ള യാത്രയായിരുന്നു. ആ യാത്ര അതുപോലൊരു യാത്ര ഇനി എന്ന് പോലും പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ജാസി അതുപോലെ ഇന്നും ജാസി സെൻസേഷന് ലോകം മുഴുവൻ ജാസിയുടെ പ്രോഗ്രാം നടക്കുകയാണ്. എന്നും അവിടെ പ്രോഗ്രാം നടക്കുമ്പോഴൊക്കെ ജാസിയോട് പാടാൻ പറയുന്ന അവസാനത്തെ പാട്ട് ലജ്ജാവതി ആയിരിക്കും. അപ്പോൾ വീണ്ടും ഫോർ ദ പീപ്പിൾ നിങ്ങളിലേക്ക് വരികയാണ്. പുതിയ മട്ടും ഭാവവും അല്ലെങ്കിൽ ഒരുക്കിയിട്ട് ഇന്നത്തെ ടെക്നോളജിയോട് ചേർന്ന് അത് വീണ്ടും ഒരു ആവേശമായി മാറാൻ വേണ്ടി പഴയതിനേക്കാൾ കൂടുതൽ ലഹരിയോടുകൂടി. കാരണം ഇപ്പം ആൾക്കാർ ആസ്വദിക്കാൻ വരിക, ഡാൻസ് എന്നുള്ള ഫീലിലാണ് തിയേറ്ററിലോട്ട് വരുന്നത്. പ്രത്യേകിച്ച് പഴയ സിനിമകൾ റിലീസ് ചെയ്തതിൽ ഈ പറഞ്ഞ പോലെ അതൊരു ആംബിയൻസ് എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അതൊരു ഹാപ്പനിങ് സെൻറ്ററായി മാറുക തിയേറ്റർ. സിനിമ കാഴ്ച മാത്രമല്ല, അതൊരു ഹാപ്പനിങ് ഒരു ഫീലായി മാറുകയാണ്. നമുക്ക് കാത്തിരിക്കാം. ഫോർ ദ പീപ്പിൾ വീണ്ടും വരുന്നു.